ഇടുക്കിയിൽ അനധികൃതമായി കരിങ്കല്ല് കടത്തിയ 14 ടിപ്പർ ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കും. അനധികൃത ഖനനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇതെന്തായാലും ഇവർ അനധികൃതമായി ആദ്യമായി കരിങ്കല്ല് കടത്തുകയാവില്ല. ദീർഘനാളായി തുടരുന്ന ഒരു പ്രക്രിയയ്ക്ക് പിടിവീണു എന്നല്ലേ കരുതേണ്ടത്? രാഹുൽ, വ്യാപകമായിട്ട് അനധികൃത ഖനനവും കടത്തും നടത്തുന്നു എന്നടക്കമുള്ള വാർത്തകൾ നമ്മൾ തന്നെ നിരന്തരം നൽകിയിട്ടുണ്ട്. അപ്പോഴും ഈ നടപടികളൊക്കെ ഒരു പേരിന് മാത്രമായി ചുരുങ്ങുകയായിരുന്നു. എന്നാൽ എന്തായാലും ഇന്ന് അതിൽ ഒരു കർശന നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസും ജിയോളജി വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ട് അനധികൃതമായി കടത്തിയ കരിങ്കല്ലും അതുപോലെ തന്നെ കടത്താൻ ഉപയോഗിച്ച ലോറിയും പോലീസ് പിടികൂടിയിരിക്കുന്നത്. തൊടുപുഴയിൽ മാത്രം 14 ടോറസ് ലോറികളാണ് പിടികൂടിയിരിക്കുന്നത്. അതിന് മതിയായ രേഖകളോ പാസോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ടോറസ് ലോറികളിൽ കയറ്റാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കല്ല് കയറ്റിയിട്ടുണ്ടായിരുന്നുവെന്നും പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഉണ്ടാകുന്നത്. അനധികൃതമായി പാറ കടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള പിഴ ഈടാക്കാനുള്ള നടപടിയും പോലീസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിലും ജില്ലയിൽ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തും എന്നുള്ളതാണ് ജിയോളജി വകുപ്പ് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ അനധികൃത ഖനനത്തിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ജിയോളജി വകുപ്പും പോലീസും ജില്ലാ ഭരണകൂടവും പോകുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇന്നത്തെ തൊടുപുഴയിലെ ഈ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, ഓക്കെ. രാഹുൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ലുമായി എത്തിയ ലോറികൾ ഇടുക്കിയിൽ തടഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് കുമളിയിലും കമ്പമട്ടിലും കേരളത്തിൽ നിന്ന് ഡ്രൈവർമാർ ലോറി തടഞ്ഞു എന്ന് പറയുന്നത്? എന്താണ് പ്രശ്നം അവിടെ? ഹാഷ്മി, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒരുപാട് ലോറികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറികൾ ഒരുപാട് ഈ അസംസ്കൃത വസ്തുക്കളുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇടുക്കിയിലുള്ള ലോറികൾ അവിടെ പോയി സാധനം കൊണ്ടുവരുന്നതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. അതായത് പാസ് അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇന്നലെ രാത്രിയിൽ കേരളത്തിൽ നിന്നുള്ള, അതായത് ഇടുക്കി ജില്ലയിലെ ഡ്രൈവർമാർ ചേർന്നുകൊണ്ട് ഈ അതിർത്തിയിൽ കുമളിയിലും കമ്പംമെട്ടിലും ഈ അതിർത്തി കടന്നു വന്ന തമിഴ്നാട് ലോറികൾ തടഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ചില വാക്കുതർക്കമുണ്ടായി. ഒരു വാഹനത്തിന്റെ ചില്ല് എറിഞ്ഞുടയ്ക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പംമേട് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കുമളി പോലീസ് അതിർത്തി കടന്നു വന്ന ഒരു ലോറി പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ ലോറികൾ മാത്രം കയറി വരുമ്പോൾ ഇടുക്കി ജില്ലയിലെ ലോറികൾ കോട്ടമില്ലാത്ത അവസ്ഥയാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇടുക്കി ജില്ലയിൽ അതിന് കൃത്യമായിട്ടുള്ള പാസുകൾ നൽകാൻ നടപടി ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇന്നു മുതൽ പാസ് കൊടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായേക്കും. എങ്കിൽ കൂടിയും ഈ കേരള അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ പോയി ലോഡ് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് ഈ കേരളത്തിലെ ഡ്രൈവർമാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു വാക്കുതർക്കം ഇന്നലെ ഒരു കയ്യാങ്കളിയിലേക്ക് ഉൾപ്പെടെ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഓക്കെ, രാഹുൽ വിജയനാണ് ആ രണ്ട് വാർത്തയുടെയും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.